ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഈ സീസണിലെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ചുമ. കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ ചുമ. പനി അല്ലെങ്കിൽ ജലദോഷം വന്ന് മാറിക്കഴിഞ്ഞാൽ ചുമ വന്നിട്ടൊട്ടും മാറുന്നില്ല. രാത്രി ആയിക്കഴിഞ്ഞാൽ ചുമയോട് ചുമയാണ്, കിടക്കാൻ പറ്റത്തില്ല. കിടന്നു കഴിഞ്ഞാൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു, വല്ലാണ്ട് ചുമയ്ക്കുന്നു, ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ചിലർക്ക് ഇതിൻ്റെ ഒപ്പം മൂക്കടപ്പൂടെ കാണും. ചിലർക്ക് രാത്രി ഒരു 10 മണിയാകുമ്പോഴത്തേക്കും തുടങ്ങും, ഒരു 12 മണി വരെയായിരിക്കും ചുമ. ചിലർക്കാണെന്നുണ്ടെങ്കിൽ 12 മണിക്ക് ശേഷം വെളുപ്പിനൊരു 4 മണി 5 മണി സമയത്തെല്ലാം ഭയങ്കര ചുമയായിരിക്കും. ഇപ്പോഴത്തെ സീസണിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. ഡോക്ടറെ പോയി കാണുന്നു, ഡോക്ടർ ഒരു കോഴ്സ് മരുന്ന് എഴുതുന്നു, കഴിക്കുന്നു, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. വീണ്ടും പോയി കാണുന്നു, ഡോക്ടർ വീണ്ടും തരുന്നു. ഇപ്പോഴത്തെ സീസണിലെ ചുമ എങ്ങനെ വന്നിരുന്നാലും 1 മാസം വരെ ഇങ്ങനെ ഇട്ട് അലട്ടിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ സീസണിൽ ഈ ചുമ വരുന്നതെന്നും ഈ ചുമ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ ചില മാർഗ്ഗങ്ങളും വിശദീകരിക്കാം. ഇപ്പോഴത്തെ സീസണിൽ ഈ കാണുന്ന ചുമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് പനി കഴിഞ്ഞിട്ട്, പ്രത്യേകിച്ച് H1N1, കോവിഡ് വൈറസ് ഇതെല്ലാം വന്ന് പോയിട്ട് അതിൻ്റെ ശക്തമായ അലർജി റിയാക്ഷൻ കൊണ്ടുണ്ടാകുന്ന ചുമയും അതിൻ്റെ അസ്വസ്ഥതയുമാണ്. അതല്ലാതെ സാധാരണ വരുന്ന പോലെ ഒരു കഫക്കെട്ട് അല്ലെങ്കിൽ ഒരു കടുത്ത ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക് ഒന്നും തന്നെ ഈ ചുമയ്ക്ക് വലുതായിട്ട് ഗുണകരമാവത്തില്ല. പലപ്പോഴും ഈ ചെറിയൊരു മൂക്കൊലിപ്പോ അല്ലെങ്കിൽ തൊണ്ടയ്ക്കൊരു ഇറിറ്റേഷനോ വന്ന് മാറിയിട്ട് പിന്നെ നമ്മുടെ തൊണ്ടയ്ക്ക് വരുന്ന ഇറിറ്റേഷൻ തുടങ്ങിയിട്ടാണ് ഫാരിഞ്ചൈറ്റിസ്, ലാരിഞ്ചൈറ്റിസ്, ചെറിയ ബ്രോങ്കൈറ്റിസ് ഒക്കെ ആയിട്ട് ഈ ചുമ കടുക്കുന്നത്. ചുമ വന്നു കഴിഞ്ഞാൽ പലർക്കും ഇത് ഒരു അലർജി റിയാക്ഷനാണ് കാര്യമായിട്ടുണ്ടാകുക. അതായത് അലർജി റിയാക്ഷൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് പൊടിയടിക്കുമ്പോഴോ ഇല്ലെങ്കിൽ തണുപ്പടിക്കുമ്പോഴോ ഇറിറ്റേഷൻ തുടങ്ങുന്നു. പലപ്പോഴും ഈ ചുമ കുട്ടികളിലും മുതിർന്നവരിലും കൂടി വരുന്നത് രാത്രിയാണ്. കാരണം അലർജിക് ടെൻഡൻസി ഉള്ള ആൾക്കാരിൽ ഈ അസ്വസ്ഥതകൾ കൂടുന്നത് രാത്രിയാണ്. ഇപ്പം അലർജി, തുമ്മൽ, ജലദോഷം ഉള്ളവരിലോ ഇല്ലെങ്കിൽ ചുമ അല്ലെങ്കിൽ ആസ്മ ടെൻഡൻസി, ശ്വാസമുട്ടൽ ടെൻഡൻസി ഉള്ളവർക്ക് പലപ്പോഴും അവരുടെ ശരീരത്തിലുള്ള അലർജിക് റെസ്പോൺസ് ഈ വൈറസ് ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യും. അതിന്റെ ഫലമായിട്ട് സംഭവിക്കുന്നത് എന്തെന്നറിയാവോ? നമുക്ക് ചെറിയൊരു മൂക്കടപ്പോ അല്ലെങ്കിൽ ചെറിയൊരു തൊണ്ടവേദനയോ വന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ ചുമ അങ്ങ് നിൽക്കത്തില്ല. പലപ്പോഴും നിങ്ങൾ ഡോക്ടർമാരെ പോയി കണ്ടിട്ട് ആന്റിബയോട്ടിക് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്നുകളൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ ഇവർ റെസ്പോണ്ട് ചെയ്യാത്തതിന് കാരണം ഇത് അലർജി കൊണ്ട് ഉണ്ടാകുന്ന ചുമയും ഈ കഫത്തിൻ്റെയും ബുദ്ധിമുട്ട് ആയതുകൊണ്ടാണ്. ഇത് മാനേജ് ചെയ്യുന്നതിന് നമ്മുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില സിമ്പിൾ മാർഗ്ഗങ്ങളുണ്ട്. ഒന്നാമത്തത്, നിങ്ങളിപ്പോൾ ജലദോഷം, കൊച്ചു കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ജലദോഷവും തൊണ്ടയുടെ ഇറിറ്റേഷനും തുടങ്ങുന്ന സമയത്ത് ഇത് കൂടാതിരിക്കാനായിട്ട് നിങ്ങൾ പൂർണ്ണമായും റെസ്റ്റ് എടുക്കണം. 1-2 ദിവസം പൂർണ്ണമായിട്ടും വിശ്രമം ഉണ്ടെങ്കിൽ ഇത് കൂടുതലും അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിനെ നമുക്ക് ചെറുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തത്, വെള്ളം ധാരാളം കുടിക്കുക. കാരണം വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ അലർജിക് റിയാക്ഷനെ കുറയ്ക്കുകയും ഉണ്ടാകുന്ന കഫം പെട്ടെന്ന് ഇളകി പോകാൻ സഹായിക്കുകയും ചെയ്യും. മൂന്നാമത്തത്, നിങ്ങൾക്കിപ്പോൾ മൂക്കടപ്പോ അല്ലെങ്കിൽ തൊണ്ടയിൽ ചെറിയൊരു ഇറിറ്റേഷൻ, ഒരു കരകരപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിഞ്ചർ ടീ ഇല്ലേ, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇഞ്ചി ചതച്ചിട്ടിട്ട് ചായ കഴിക്കാവുന്നതാണ്. പലപ്പോഴും നമുക്ക് ഈ ജലദോഷം, തൊണ്ടയുടെ ഇറിറ്റേഷൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മുടെ വീടുകളിൽ തന്നെയുള്ള പനിക്കൂർക്ക ഇല നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കാം. തിരുവനന്തപുരം സൈഡിലൊക്കെ ഞവര ഇല എന്ന് പറയും, വടക്കോട്ട് പനിക്കൂർക്ക എന്ന് പറയും. പനിക്കൂർക്കയുടെ ഇല 2-3 ഇല എടുത്ത് ചതച്ചിട്ട് നമ്മളത് വെറുതെ എടുത്ത് ചവയ്ക്കുമ്പോൾ തന്നെ നല്ല എരിവ്, അതിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്യും. കോലിയസ് എന്നാണ് ഇതിന് പറയുന്ന ശാസ്ത്രനാമം. ഈ പനിക്കൂർക്കയുടെ ഇല 2-3 എണ്ണം എടുത്ത് ചതച്ച് നിങ്ങൾ ഈ ചായ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ കട്ടൻ കാപ്പി ഉണ്ടാക്കുമ്പോഴോ അതിനകത്ത് ചേർത്തിട്ടോ അല്ലെങ്കിൽ ഇത് ചതച്ച് അതിൻ്റെ ഒരല്പം ചാറെടുത്തോ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. പലപ്പോഴും ഈ ജലദോഷവും തൊണ്ടയുടെ ഇറിറ്റേഷനും വന്നിട്ട് ഇത് ചുമയായിട്ട് മാറാതെ ഈ ഫാരിഞ്ചൈറ്റിസും ലാരിഞ്ചൈറ്റിസും പെട്ടെന്ന് കുറയാൻ നമുക്ക് ഈ പനിക്കൂർക്കയുടെ ഇല സഹായിക്കും. തുടക്കത്തിലാണെങ്കിൽ നമുക്ക് ഈ പനിക്കൂർക്കയുടെ ഇലയും ജിഞ്ചർ ടീയും എല്ലാം ഉപയോഗിച്ച് ഇത് സെക്കൻഡറി ചുമയിലേക്ക് പോകുന്നതിന് ചെറുക്കാൻ സാധിക്കും. സാധാരണ ഒരു 1-1.5 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമാണ്. മുതിർന്നവർക്കും ഇത് ഫലപ്രദമാണ്. അവരിപ്പോൾ ഇപ്പോഴത്തെ മഞ്ഞ സീസണിൽ വരുന്ന തൊണ്ടയ്ക്ക് ഇറിറ്റേഷനും മൂക്കടപ്പിനും എല്ലാം ചുക്ക് കാപ്പി, പൊതുവേ നിങ്ങൾ കേട്ടിട്ടില്ലേ, മഞ്ഞ സമയത്ത് നമ്മൾ റോഡിൽ യാത്ര പോകുമ്പോൾ കടകളിലെല്ലാം ചുക്ക് കാപ്പി കിട്ടും. കാരണം ഈ ചുക്കിനും ഈ കുരുമുളകിൻ്റെയും കോമ്പിനേഷന് നമുക്ക് ഈ ഫാരിഞ്ചൈറ്റിസ്, ഈ മഞ്ഞ തണുപ്പത്തുണ്ടാകുന്ന ഫാരിഞ്ചിയൽ ഇറിറ്റേഷൻസിനെ മാറ്റാൻ സാധിക്കും. അതിനാൽ നിങ്ങളിപ്പോൾ തൊണ്ടയ്ക്ക് ഇറിറ്റേഷനോ ഫാരിഞ്ചൈറ്റിസോ ചെറിയ മൂക്കൊലിപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുക്ക് കാപ്പി ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ചുക്ക് കാപ്പി ഉണ്ടാക്കുന്ന സമയത്ത് ചുക്ക് നിങ്ങൾ ചതച്ചിട്ടോ അല്ലെങ്കിൽ ചുക്ക് പൊടിയോ നിങ്ങൾക്ക് കട്ടൻ കാപ്പിയിലോ കട്ടൻ ചായയിലോ ചേർത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതിനകത്ത് നിങ്ങൾ കുരുമുളക് ഉപയോഗിക്കുന്ന സമയത്ത് ഉയർന്ന അളവിൽ കുരുമുളക് ചേർക്കേണ്ട, വളരെ നേരിയ അളവിൽ കുരുമുളക് ചേർത്താൽ മതി. കാരണം നിങ്ങൾക്ക് ഈ ഫാരിഞ്ചിയൽ ഇറിറ്റേഷൻ മാറുന്നതിന് വേണ്ടി കുരുമുളക് ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് ഇത് ഗ്യാസ്ട്രൈറ്റിസ്, വയറിന് ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ കാരണമാകും. ഒരുപക്ഷെ ഈ വയറിന് ഇറിറ്റേഷൻ
ഇറിറ്റേഷനും അസിഡിറ്റിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പലപ്പോഴും ഈ ചുക്ക് കാപ്പി കുടിക്കുന്നത് അസിഡിറ്റിയും പുളിച്ചു തേട്ടലും ഒക്കെ ഉണ്ടായിട്ട് ഇവർക്ക് ഈ ചുമയും ബുദ്ധിമുട്ടും കൂടാൻ കാരണമാകും. അതുകൊണ്ട് കുരുമുളകിൻ്റെ അളവ് വളരെ നേർത്ത ഒരു രീതിക്ക് ഉപയോഗിച്ച് പോകുന്നതാണ് നല്ലത്. കഴിയുന്നത്ര ഈ ചുക്ക് കാപ്പിയെല്ലാം കഴിക്കുന്ന സമയത്ത് വൈകുന്നേരം 7 മണിക്ക് മുമ്പ് ഇത് അവസാനിപ്പിക്കുക. കാരണം രാത്രി ലേറ്റ് ആയിട്ടുള്ള ചുക്ക് കാപ്പി കഴിച്ചിട്ട് കിടന്നാൽ അത് തന്നെ നിങ്ങൾക്ക് ഈ ചുമയും ഇറിറ്റേഷനും നെഞ്ചരിച്ചിലും ഉണ്ടാകുന്നതിന് കാരണമാകും. ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഈ ചുമയുടെ തുടക്കത്തിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്ത് പോകാൻ സാധിക്കും. സപ്പോസ് നിങ്ങൾക്ക് ചുമയും കഫക്കെട്ടും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇത് എപ്പോഴാണോ മരുന്നുകൾ കഴിക്കേണ്ട ഒരു ഡേഞ്ചർ ലെവലിലേക്ക് പോകുന്നതെന്ന് വിശദീകരിക്കാം. പലപ്പോഴും ഈ ചുമ വന്നിട്ട് ചുമയോടൊപ്പം ചെറിയ പനി കാണുന്നു, ചുമയോടൊപ്പം തന്നെ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു, അതോടൊപ്പം ശ്വാസം എടുത്ത് വിടുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, നെഞ്ചിടിപ്പ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു, നിങ്ങൾ ശ്വാസം എടുക്കുന്ന സമയത്ത് നെഞ്ചത്തൊരു ഭാരം ഇരിക്കുന്നു, അതോടൊപ്പം കഫക്കെട്ടും പനിയും കാണുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് ശ്വാസകോശത്തിനകത്ത് ഉണ്ടാകുന്ന നീർക്കെട്ട് ന്യൂമോണിയയുടെ ടെൻഡൻസി ആണോ എന്ന് സംശയിക്കാം. ഇങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറയുന്ന ബ്ലഡ് ടെസ്റ്റുകൾ നടത്തി വേണ്ട മരുന്നുകൾ എടുക്കേണ്ടത് ആവശ്യമാണ്. പൊതുവേ ഇപ്പോഴത്തെ സീസണിൽ കൂടുതലായിട്ടും കാണുന്ന ഡ്രൈ കഫാണ്, വരണ്ട ചുമയാണ് കാണുന്നത്. വരണ്ട ചുമ പൊതുവെ നിങ്ങൾ ഈ പറഞ്ഞ രീതിക്ക് ഒന്ന് മാനേജ് ചെയ്താൽ തന്നെ കുറയും. നിങ്ങൾക്ക് ഇപ്പോഴത്തെ സീസണിലുള്ള ഡ്രൈ കഫ് ടെൻഡൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിയുന്നത്ര രാത്രിയാകുന്ന സമയത്ത് അധികം ഭക്ഷണം, ഒരു 7 മണിക്ക് ശേഷം അധികം ഭക്ഷണം കഴിക്കാതിരിക്കുക. ഭക്ഷണത്തിനകത്ത് എണ്ണയുടെയും മസാലയുടെയും എരിവിൻ്റെയും ഉപയോഗം ഗണ്യമായിട്ട് കുറയ്ക്കുക. കാരണം ഇത് നിങ്ങൾക്ക് ഈ രാത്രി കിടക്കുന്ന സമയത്ത് തൊണ്ടയ്ക്ക് ഇറിറ്റേഷൻ ഉണ്ടാകാൻ കാരണമാകും. കൊച്ചു കുട്ടികൾക്കെല്ലാം തന്നെ ഈ ചുമയും ഇറിറ്റേഷനും മാറുന്നവരെ ബേക്കറി ഭക്ഷണങ്ങൾ, ചോക്ലേറ്റ്സ്, പാക്കറ്റിൽ കിട്ടുന്ന ജ്യൂസുകൾ, പ്രിസർവേറ്റീവ് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിയുന്നത്ര നല്ലതല്ല. കാരണം അത് കുട്ടികൾക്ക് ചുമയുടെ ഇറിറ്റേഷൻ കൂട്ടാൻ കാരണമാകും. കഴിയുന്നത്ര കുട്ടികൾക്ക് ഈ ചുമ മാറുന്നവരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നൽകുക. പ്രത്യേകിച്ച് വൈകുന്നേരം ഒരു 7 മണിക്ക് ശേഷം ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ, ട്രാൻസ് ഫാറ്റ് ചേർന്നിട്ടുള്ള ബേക്കറി സാധനങ്ങൾ ഇവ നൽകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. തീരെ ചെറിയ കുട്ടികൾക്കെല്ലാം രാത്രി മൂക്കടപ്പും തൊണ്ടയുടെ ഇറിറ്റേഷനും വന്ന് ഉറങ്ങാൻ ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യം വരാം. ആ ഒരു സിറ്റുവേഷൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ 1 ടേബിൾ സ്പൂണിൽ വീട്ടിൽ നിങ്ങളുടെ വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണ എടുത്ത് ഗ്യാസിൻ്റെ പുറത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. ഈ ചൂടാകുന്നതനുസരിച്ച് അതിനകത്തേക്ക് നിങ്ങൾ കർപ്പൂരം, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള പച്ചമരുന്ന് കടകളിൽ കിട്ടുന്ന പച്ചകർപ്പൂരം എന്ന് പറയുന്ന ഒരിനം ക്യാംഫർ ഉണ്ട്. നിങ്ങൾ ഈ മെഡിസിനൽ ക്യാംഫർ അഥവാ പച്ചകർപ്പൂരം നിങ്ങൾ ഈ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് അതിനകത്ത് ചേർക്കുക. ഇതിനകത്ത് ചേർക്കുന്നതനുസരിച്ച് ഇതിങ്ങനെ അലിഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ എത്രത്തോളം കർപ്പൂരമാണോ നിങ്ങൾക്ക് ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് അലിയിക്കാൻ പറ്റുന്ന അത്രത്തോളം അലിയിക്കുക. അങ്ങനെ സാച്ചുറേറ്റഡ് ലെവലിലായി കഴിയുമ്പോൾ ഈ വെളിച്ചെണ്ണയ്ക്ക് നല്ല കർപ്പൂരത്തിൻ്റെ മണം ഉണ്ടാവും. ഇത് ചെറു ചൂടോടുകൂടി തന്നെ ഈ കുട്ടിയുടെ മൂക്കിൻ്റെ പുറത്ത് ഈ ഒരു ഭാഗത്തും സൈനസിൻ്റെ ഭാഗത്തും പുരട്ടി കൊടുക്കുക. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സീസണിൽ വരുന്ന ഈ വൈറൽ ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് അതിൻ്റെ അലർജിക് റിയാക്ഷൻ 1 മാസത്തോളം കാണും. ഇത് കാരണം കുട്ടിക്ക് മൂക്കടപ്പുണ്ട്, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരാം. ഞാൻ ഈ പറഞ്ഞ ഈ ചെറു ചൂട് വെളിച്ചെണ്ണയ്ക്കകത്ത് കർപ്പൂരം അലിയിച്ച ഈ കോമ്പിനേഷൻ മൂക്കിൻ്റെ ഈ സൈഡിൽ കുട്ടികൾക്കൊന്ന് പുരട്ടി കൊടുക്കുന്നത് ആ മൂക്കിൻ്റെ ഇറിറ്റേഷൻ മാറാൻ നല്ലതാണ്. കുട്ടികൾക്ക് പലപ്പോഴും രാത്രിയിൽ കിടക്കുമ്പോൾ തൊണ്ട കുത്തുന്ന പോലെ, തൊണ്ട കാറുന്ന പോലെയൊക്കെ ഒരു ചുമ, കുട്ടിക്ക് തൊണ്ടയിലെന്തോ ഇരിക്കുന്നു എന്ന് തോന്നത്തില്ല, കുട്ടി ഇങ്ങനെ വല്ലാണ്ട് ഫോഴ്സ്ഫുള്ളി ചുമയ്ക്കുന്നതാണ്. നിങ്ങൾ തൊണ്ടയുടെ പുറത്തും ഈ ഫാരിങ്സിൻ്റെ പുറത്തും ഞാൻ ഈ പറഞ്ഞ കോമ്പിനേഷൻ വെളിച്ചെണ്ണ കർപ്പൂരം കോമ്പിനേഷൻ ചെറു ചൂടോടുകൂടി പുരട്ടി കൊടുക്കുക. കുട്ടിക്ക് തൊണ്ടയുടെ ഇറിറ്റേഷൻ മാറുകയും കുട്ടിക്ക് ഉറങ്ങാൻ സാധിക്കുകയും ചെയ്യും. പലപ്പോഴും ഇപ്പോഴത്തെ ഈ ഒരു ചുമയ്ക്കുന്ന സമയത്ത് കഫം ഉള്ളതുപോലെ നിങ്ങൾക്ക് കേൾക്കുകയും എന്നാൽ കഫം പുറത്തേക്ക് വരാത്ത ഒരവസ്ഥയും കാണുന്നുണ്ട്. അത് നമുക്ക് ശ്വാസകോശത്തിൽ കഫം ഉള്ളതല്ല, നമുക്ക് ലാരിങ്സിൽ ഉണ്ടാകുന്ന ഇറിറ്റേഷൻ, ശ്വസന പേടകത്തിൻ്റെ സൈഡിലുണ്ടാകുന്ന ഇറിറ്റേഷൻ്റെ ചെറിയ കഫത്തിൻ്റെയും ടെൻഡൻസിയാണ്. ഈ കഫം പോകുന്നതിന് വേണ്ടി നിങ്ങൾ വളരെ ഫോഴ്സ്ഫുള്ളി ചുമയ്ക്കുന്നത് നിങ്ങൾക്ക് തൊണ്ടയിൽ വേദനയും മറ്റ് ബുദ്ധിമുട്ടുകളും വിട്ടുമാറാതെ നിൽക്കുന്നതിന് കാരണമാകും. അതുകൊണ്ട് നിങ്ങൾ ഈ ചുമയുള്ള സമയത്ത് നിങ്ങൾ ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. കഴിയുന്നത്ര നിങ്ങൾ ഈ കഫം പോകുന്നതിന് വേണ്ടി വളരെയധികം ഫോഴ്സ് എടുത്ത് ചുമയ്ക്കുന്ന ഒരു ടെൻഡൻസി ഒഴിവാക്കുക. നമ്മുടെ വീട്ടിലെ പൊടിപ്പിച്ച മഞ്ഞളില്ലേ, മഞ്ഞൾ നിങ്ങളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾ എടുത്തിട്ട് അതിനകത്ത് ഒരു നുള്ള് ചുക്ക് പൊടി കൂടെ മിക്സ് ചെയ്ത് ചേർത്തിട്ട് ആ പൊടി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നാക്കിലിട്ട് അലിയിച്ച് നോക്കി തൊണ്ടയ്ക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കഫം ഉള്ളതുപോലുള്ള എന്നാൽ ഡ്രൈ ആയിട്ട് വരണ്ട ചുമയ്ക്കുന്ന ഈ ഒരു ടെൻഡൻസി നമുക്ക് ഇത് കഴിച്ച് ഒഴിവാക്കാൻ സാധിക്കും. പലപ്പോഴും ഈ ഒരു കൊച്ചു കുട്ടികൾക്കെല്ലാം, പ്രത്യേകിച്ച് ഒരു 1.5 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഈ പറഞ്ഞ കോമ്പിനേഷൻ നിങ്ങൾ ഒരു 2-3 നുള്ള് മഞ്ഞളിൻ്റെ പൊടിയും 1 നുള്ള് ചുക്കിൻ്റെ പൊടിയും കൂടെ ഒരു 1/2 ടീസ്പൂൺ തേനിന് ചാലിച്ച് കുട്ടികൾക്ക് നൽകുന്നത് നല്ലതാണ്. 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തേൻ അധികം നൽകണ്ട. 1 വയസ്സിന് അല്ലെങ്കിൽ 1.5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഇത് തേനിൽ ചേർത്തിട്ട് നൽകുന്നത് ഇപ്പോഴത്തെ സീസണിലെ ചുമയ്ക്ക് കുട്ടികൾക്കുണ്ടാകുന്ന ഈ തൊണ്ടയ്ക്ക് ഇറിറ്റേഷൻ, രാത്രി കിടന്നിട്ടുള്ള ചുമ, ഇതെല്ലാം ഒന്ന് കുറയുന്നതിന് സഹായിക്കും. മാത്രമല്ല നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന ലഘു വ്യായാമങ്ങൾ നിങ്ങൾക്ക് തൊണ്ടയ്ക്ക് വരുന്ന ഇറിറ്റേഷനും നിങ്ങൾക്ക് തൊണ്ടയിലോ ശ്വാസകോശത്തിലോ ചെറിയ കഫം ഉണ്ടെങ്കിലോ ഇത് പെട്ടെന്ന് ഇളകിപ്പോകാനായിട്ട് സഹായിക്കും.
സഹായിക്കും. കാരണം നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യുന്ന വ്യായാമം നിങ്ങളുടെ ശരീരത്തിൻ്റെ അലർജിക് ടെൻഡൻസിയെ പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഇപ്പോഴത്തെ സീസണിൽ ചുമ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർക്ക് ഞാൻ ഈ പറഞ്ഞത് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.